സരികയ്ക്കൊപ്പം ശാരികയും ഔട്ടായോ? എന്താണ് സംഭവം? അക്ബറിനും ആരിനും 7ന്റെ പണി കൊടുത്ത് ലാലേട്ടൻ. എല്ലാം ചർച്ച ചെയ്യാം. ഡേ 20 പ്രോമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ നമ്മുടെ സരിക പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. അത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലാണെന്നും കൂടി അറിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരട്ടെ, നോക്കാം. ഓക്കെ, അങ്ങനെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മുടെ സരിക ഔട്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞായറാഴ്ചയും ഒരു എവിക്ഷൻ കാണും. അതൊരു ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അത് അവിടെ നിൽക്കട്ടെ. സരിക പോയാൽ ബാക്കിയുള്ളത് 8 പേരാണ്. ഈ 8 പേരിന് ആര് വേണമെങ്കിലും പുറത്തു പോകാനും ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ എന്ന് പറയാൻ കാരണം കേട്ടോ. എന്തായാലും ആ പോയ വ്യക്തിയെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് സരിക പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 8 പേരെ നമുക്ക് നോക്കിയാലോ. ആദ്യം 5 പേരുടെ കാര്യം ഞാൻ പറയാം. ഷാനവാസ്, അനു, റെന, ശരത്ത്, അക്ബർ, ഇവർ 5 പേരും സേഫ് ആവാനുള്ള സാധ്യത 100% സേഫ് ആയിരിക്കും എന്നാണ്. ഇപ്പോഴും സേഫാണെന്നല്ല, സേഫ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സേഫായി എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സേഫ് ആകാൻ ചാൻസ് ഉണ്ട്. ഈ 5 പേരെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ളത് ആരാണ്? 3 പേരുണ്ട്. ബാക്കിയുള്ള 3 പേരാരൊക്കെയാണ്? ശൈത്യ, ശാരിക, ഓനൻ. ഇതിൽ 3 പേര്. ഈ 3 പേരിൽ നിന്ന് ആര് വേണമെങ്കിലും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതും നമുക്ക് തികച്ചും അസംഭവ്യം, അതായത് അസാധാരണ എവിക്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇതിൽ നിന്ന് ആര് വേണമെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് ആര് പുറത്തു പോയാലും അത് അൺഫെയർ എവിക്ഷൻ അല്ല, ഫെയർ എവിക്ഷൻ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. കാരണം ഈ ഒരു എവിക്ഷൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരാൻ കാരണം ഇതൊരാകെ ഇതുള്ളത് കൊണ്ടാണ്. ആകെ കൺഫ്യൂഷനിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പറയാൻ കാരണം. എന്തായാലും പുറത്ത് 2ാമത്തെ വ്യക്തി പുറത്ത് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതായത് ശനിയാഴ്ച ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട്, ഞായറാഴ്ചയും ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട്. 2 ആഴ്ചത്തെയും എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും എവിക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതുവരെ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നോക്കാം, നമുക്ക് അത് എപ്പിസോഡിനകത്ത് നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി വൈൽഡ് കാർഡ്സ് വരുന്നുണ്ട് മക്കളെ. വൈൽഡ് കാർഡ്സ് വരുന്നുണ്ട്. സീസൺ 6 6 പേരായിരുന്നു വൈൽഡ് കാർഡ്സ് വന്നിരുന്നെങ്കിൽ സീസൺ 7 വരാൻ പോകുന്നത് 7 പേരായിരിക്കുമോ നോക്കാം. എന്തായാലും വൈൽഡ് കാർഡ്സൊക്കെ വരാൻ വെയിറ്റിംഗ് ആണ്. വീട്ടിൽ കയറാൻ അവർ വെയിറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. അവരുടെ എല്ലാ ഷൂട്ടിങ്, ഇൻട്രോ ഷൂട്ട് അടക്കം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഓണത്തിന് മുന്നേ, എന്തായാലും ഉറപ്പ് പറയുന്നില്ല, ഈ വീക്ക് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഓണത്തിന് മുന്നേ എന്തായാലും അവരുടെ ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത്രയാണ് എനിക്ക് വൈൽഡ് കാർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ആ 7 പേരാണ് വരാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 7 പേരും ചിലപ്പോൾ ഒരുമിച്ച് കയറ്റിവിടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇന്ന് പുറത്തു വന്ന പ്രൊമോകളെ പറ്റി പരിശോധിക്കാം. ആദ്യത്തെ പ്രൊമോ പുറത്തു വന്നത് നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസും തമ്മിലുള്ള ഒരു ചർച്ചയാണ്. ലാലേട്ടൻ്റെ അടുത്ത് ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ, ഈ വീക്കിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൊന്നും മിണ്ടുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല. അതൊക്കെ ചോദിക്കണമെന്നൊക്കെ നമ്മുടെ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൊന്നും സംസാരിക്കാത്ത ഒരു പ്രൊമോയാണ് ആദ്യത്തെ പ്രൊമോ ആയിട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ. രണ്ടാമത്തെ പ്രൊമോ പുറത്തു വന്നതിനകത്ത് നമ്മുടെ ലാലേട്ടൻ ഫയറാണ് മക്കളെ, ഫയറാണ്. തീ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ ഇതാണ്. കാരണം എല്ലാ വീക്കെൻഡിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ അതാണ് നമ്മുടെ ആരിനെ എടുത്തിട്ട് കുടയുന്ന ഒരു പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഞാൻ പറയാം, ആ പ്രൊമോയ്ക്കകത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ലാലേട്ടൻ മറ്റേ സ്റ്റോർ റൂം വഴി നമ്മുടെ സൽമാൻ ഖാനൊക്കെ സീസണിൽ, അതായത് ബിഗ് ബോസ് ഹിന്ദിയിൽ 13ലും 14ലൊക്കെ ഇതേപോലെ എൻട്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലാലേട്ടൻ സ്റ്റോർ റൂം വഴി ഇതേപോലെ വരുന്നു. സ്റ്റോർ റൂമിനകത്ത് ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിഗ് ബോസ് വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതായത് ഫുഡ് കഴിച്ച പാത്രം, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, കിടക്കുന്ന സ്ഥലം എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലാലേട്ടൻ നേരെ സ്റ്റേജിലോട്ടാണ് വരുന്നത്. സ്റ്റേജിലോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ആരാണ്
ബെഡ്ഷീറ്റ് ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത്? ആരുടെ ബെഡാണ് അവിടെ വൃത്തികേടായിട്ട് കിടക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് അപ്പോൾ ആര്യൻ ഇങ്ങനെ കൈപോക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, ആ നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആര്യനോട് താക്കീത് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഫയർ ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ആര്യനിൽ ഉണ്ടായിരുന്ന ആ ബാഡ്ജ് ഉണ്ടല്ലോ, അത് ലാലേട്ടൻ്റെ കയ്യിലുണ്ട്. അതിനി കിട്ടില്ല മോനെ എന്നാണ് ലാലേട്ടൻ പറയുന്ന ഒരു പ്രൊമോയാണ് രണ്ടാമതായിട്ട് പുറത്തു വന്നത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അത് മാസാണ്, കൊലമാസാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊമോയാണ്. നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം മൂന്നാമതൊരു പ്രൊമോ വന്നിരുന്നു. മൂന്നാമതൊരു പ്രൊമോയിൽ നമ്മുടെ അക്ബറിനെ എടുത്തിട്ട് അലക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്ബറിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്കൊക്കെ പോകാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രൊമോയാണ് മൂന്നാമതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ശാരിക ഔട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരിക ഔട്ടായെന്നാണ് കേൾക്കുന്നത്. ഞായറാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ശാരിക ഔട്ടായെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ശാരിക അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കട്ടെ. എന്തായാലും പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ശാരികയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് എപ്പിസോഡ് വരട്ടെ. എപ്പിസോഡ് വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും ഞാനത് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളായിട്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. അത് കാരണം ഇപ്പോൾ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആരാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ആനന്ദ് തരുന്ന പ്രൊമോയാണല്ലോ മൂന്നും പുറത്തു വന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വീക്കെൻഡാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ഇന്നും നാളെയും നല്ലൊരു വീക്കെൻഡാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് മാസമല്ല കൊലമാസാകാൻ കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ സംശയത്തിൽ സരികയും ശാരികയും പുറത്തു പോകുമോ? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.